വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒക്കെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഫ്താർ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇഫ്താർ വ്ളോഗിലേക്ക് പോവാം. ഇപ്പോൾ നോമ്പ് തുടങ്ങിയ ശേഷം എല്ലാവരുടെയും റൂട്ടീനിൽ നല്ല മാറ്റം ഉണ്ടാകും. റോസും ഇപ്പോൾ ഒരു 11:30 ആ ഒരു സമയത്തൊക്കെയാണ് മിക്ക ദിവസങ്ങളും എണീക്കാറ്. കാരണം അത്താഴം കഴിച്ചിട്ടാണ് കിടന്നുറങ്ങാറ് രണ്ടുപേരും. റീനു നോമ്പ് എടുക്കുന്നുണ്ട്. പിന്നെ റോസു ആ ഒരു സമയത്ത് എണീറ്റിട്ട് പിന്നെ ലഞ്ചാണ് കഴിക്കാറ്. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കഴിക്കാറില്ല. അപ്പോഴേക്കും ഞാൻ ക്ലീനിങ് ഒക്കെ നടത്തും. റീനിനെ ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ കിട്ടാറില്ല നോമ്പ് എടുക്കുന്നതുകൊണ്ട്. ഇത് കടുക് ഉണക്കാൻ വെച്ചതാട്ടോ, വേറൊന്നുമല്ല. ഞാൻ കടുകിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചപ്പം അത് വെള്ളത്തിലേക്ക് പോയി. അപ്പോൾ പിന്നെ അതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഈ പണികളൊക്കെ ചെയ്യുന്നത് റീനായിരുന്നു. പക്ഷേ ഇപ്പോൾ നോമ്പായതുകൊണ്ട് അവളോട് ഇതൊന്നും പറയാൻ തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ചെറുതായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ആദ്യം ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇപ്പോൾ വ്ളോഗൊന്നും ചെയ്യാത്തതെന്ന്. അപ്പം വ്ളോഗിന് ഒന്നാമത് എനിക്ക് നേരം ഉണ്ടാവില്ല, രണ്ടാമത് നിങ്ങൾക്കും നേരം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും സിമ്പിളായിട്ട് റെസിപ്പീസൊക്കെ ഇടുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് വ്ളോഗ് ചെയ്യാത്തത് കേട്ടോ. പിന്നെ നോമ്പിന് ഒരു സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരു 4 മണി ആ ഒരു സമയത്തൊക്കെ ഞാൻ കിച്ചണിൽ കയറുള്ളൂ. അതിനു മുമ്പ് അതുവരേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും. പ്രേയേഴ്സും അങ്ങനെയൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് അസറിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറാറ്. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്കൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം അതിന് പകരം നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ബീഫ് ഫ്രൈയും ആണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നാക്കൊന്നും ഉണ്ടാക്കില്ല. ജസ്റ്റ് ഒരു ഡ്രിങ്കും പിന്നെ ഫ്രൂട്ട്സും ആണ് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്രാവശ്യത്തെ നോമ്പിന് ഒന്നെങ്കിൽ സ്നാക്ക് അല്ലെങ്കിൽ മെയിൻ ഡിഷ്, ഇതിലേതെങ്കിലും ഒന്നേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇന്ന് മെയിൻ ഡിഷാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബീഫിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ 2 സവോള. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ മൊത്തത്തിലെടുക്കുക. അപ്പോൾ സവോള ഞാൻ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ബ്ലെൻഡറിലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വലിയ ജീരകവും കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ വേറൊരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ബീഫ് ഉണ്ടാക്കുന്നതിൻ്റെ നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളിയുടെ ഒരു 1/4 ഭാഗത്തോളം എടുക്കണം. 1 കിലോ ബീഫിലേക്കാണ് കേട്ടോ. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. പാകിസ്ഥാനി ബീഫാണ്. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പം ചതച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മസാലപ്പൊടികളൊക്കെയാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി കുറച്ച് അധികം ചേർക്കാറുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. പിന്നെ ഉലുവ ഒരു 1/2 ടീസ്പൂണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ബീഫിൽ ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതിലൊട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട, കാരണം ഞാനിതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബീഫ് വേർഷനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല. പിന്നെ ഈ ഒരു ബീഫ് എന്ന് പറയുന്നത് 2 വിസിലൊക്കെ വേവുന്ന ബീഫാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബീഫ് നല്ല വേവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. അതിനനുസരിച്ച് പ്രഷർ കുക്ക് ചെയ്യുക. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ തേങ്ങാപ്പാൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്ച്ചോറിലേക്കുള്ളൊരു കോമ്പിനേഷനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതും വഴറ്റിയെടുക്കാത്തൊരു കറിയാണ് ഇത് രണ്ടും. കാരണം നമ്മളിപ്പോൾ നോമ്പാകുമ്പോൾ വഴറ്റിയെടുക്കാതെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം കൂടി ചതച്ചതും പിന്നെ ചിക്കന് ഫ്രഷ് ചിക്കനാണ്, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണോ 3 ടീസ്പൂണോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല. ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. കാരണം ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും, ഇറങ്ങി വരും. അപ്പോൾ അതുവരേക്കും നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഞാൻ ജ്യൂസിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. ഇവിടെ ഇളനീരുണ്ടായിരുന്നു. ഇളനീർ ചെറുതായിട്ടൊന്ന് ഉറച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മൾ ഇളനീരിൻ്റെ ഒരു വെള്ളം ഉണ്ടാക്കിയിരുന്നല്ലേ, അപ്പം അതിൻ്റെ കൂടെ വാങ്ങിച്ച ഇളനീരായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇളനീർ മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇളനീരും അതിൻ്റെ കാമ്പും പിന്നെ ഇളനീർ വെള്ളവും പിന്നെ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തണുത്ത പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇന്ന് ഇളനീർ മിൽക്ക് ഷേക്കും പിന്നെ നാരങ്ങ വെള്ളവുമാണ്, പിന്നെ ഫ്രൂട്ട്സുമാണ് ഇന്നത്തെ ഇഫ്താറിനുള്ള വിഭവം. പിന്നെ മെയിൻ ഡിഷായിട്ട് ഇതൊക്കെ. അപ്പോൾ കണ്ടോ, നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ ചിക്കന് വേവുന്നതിന് കൂടെ തന്നെ നമ്മുടെ സവോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു കട്ടിയുള്ള തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട, കാരണം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം, നമ്മൾ എടുക്കുന്ന ഉള്ളിയുടെ ആ ഒരു സവോളയുടെ മസാലയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഒരുപാട് തിളപ്പിച്ചെടുക്കരുത്, ഒന്ന് തിളച്ച് വരണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കറിയുടെ കളർ തന്നെ മാറി വരുന്നുണ്ട്. ഒഴിച്ച പാടന്നെ വേറൊരു കളറായിരിക്കും, പിന്നെ അത് നന്നായിട്ടൊന്ന് കുറുകി വരും തേങ്ങാപ്പാൽ. വല്ലാണ്ട് തിളച്ച് മാറിയരുത് കേട്ടോ. ഒരു 2-3 തിളക്ക് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ തേങ്ങാപ്പാൽ കറി റെഡി ആയിട്ടുണ്ട്. അത് അടച്ച് വയ്ക്കുക. ഇനി നമുക്കിത് വറവിട്ട് കൊടുക്കാനുണ്ട്. അതിന് വറവിട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ബീഫ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബീഫ് പ്രഷർ കുക്ക് ചെയ്തിട്ട് 2 വിസിൽ ചെയ്തപ്പോഴേക്കും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം വറവിട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ വറ്റിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ സവോളയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വറവിട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു മണമായിരിക്കും. അപ്പോൾ വറവിട്ട് കൊടുത്ത പാട് മിക്സ് ചെയ്യേണ്ട, അടച്ച് വയ്ക്കുക. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തേങ്ങാപ്പാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം നമ്മുടെ കുക്കറിന് ആ ഒരു വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം. അതായത് ബീഫ് വേവിച്ച വെള്ളം കേട്ടോ. എന്നിട്ട് അതൊന്ന് വറ്റി വരുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബീഫിന് ഭയങ്കര നല്ലൊരു കളറായിരിക്കും ഉണ്ടാവുക, എന്നാൽ അത്ര എരിവ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് ഫ്ലെയിം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഭയങ്കര നല്ല ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് നന്നായിട്ട് വറ്റട്ടെ, എന്നിട്ട് വേണം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാൻ. ബീഫ് ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് അവിടെ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വറ്റി വരണം. ആ ഒരു മസാല ഒക്കെ നന്നായിട്ട് ഓരോ ബീഫിൻ്റെ പീസിലും പിടിക്കുന്ന രീതിയിൽ കുക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട് നമ്മൾ ഓരോന്നും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയുമായിരുന്നു. അപ്പോൾ ഞാൻ ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകണം. അപ്പോഴേക്കും ഇഫ്താറിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ
ആദ്യം ഞാൻ നെയ്യ് ചൂടാക്കി മെൽറ്റ് ചെയ്ത ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഗരം മസാലകൾ ഇട്ട് കൊടുക്കുക, പിന്നെ സവോള ഇട്ട് കൊടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് അരിയുടെ കണക്കനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഏത് കപ്പിലാണോ അരി എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 9.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുന്ന ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ ഇഫ്താർ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വേഗം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇഫ്താറിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അതുപോലെ ബീഫ് ഇപ്പം ഒന്നുകൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. ഇപ്പോഴും വറ്റി വന്നിട്ടില്ല. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. കാരണം കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. ഫ്രൂട്ട്സും നാരങ്ങ വെള്ളവും ഇളനീർ ജ്യൂസുമാണ്. അപ്പോൾ നോമ്പ് തുറന്ന ശേഷം പെട്ടെന്ന് ഞാൻ വേഗം പോയിട്ട് അരി ഇടാനുണ്ടായിരുന്നു. വെള്ളം തിളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ നമ്മുടെ വീഡിയോ കൊണ്ട് എടുക്കുന്നില്ല കേട്ടോ. അതാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു 9 മണിയൊക്കെ ആവും കേട്ടോ. 9 മണി ആ ഒരു സമയത്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുക. പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാറില്ല. ഇത് റോസുവിൻ്റെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം ആളൊന്ന് സ്റ്റൈലാക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻസൊക്കെ വായിച്ചിട്ട് റോസുവിനെ കാണാൻ കൊതിയാവുണ്ടെന്ന് കുറേ പേര് പറഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് റെഡിയാക്കിയതാണ്. അപ്പം നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കുറച്ച് നെയ്യൊക്കെ തൂവി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ചെയ്തിട്ട് അടച്ചു വെച്ചു. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആക്കിയെടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ മിക്സ് ചെയ്യേണ്ട നെയ്ച്ചോറൊന്നും. അതുപോലെ ബീഫും കണ്ടോ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു 9 മണി ആ ഒരു സമയത്താണ്. ഇനിയിപ്പോൾ സ്നാക്സ് ഇല്ലെങ്കിലും അപ്പോഴേ കഴിക്കാറുള്ളൂ. കാരണം വെള്ളവും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ പ്രേയേഴ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ ഒരു സമയമാകും. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ കറിയുടെ കളർ കണ്ടോ നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കറി. നെയ്ച്ചോറിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചിക്കൻ്റെ കറിയും അതുപോലെ തന്നെ ബീഫിൻ്റെ റെസിപ്പിയും അത് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്പെഷ്യലായിട്ട് കുറച്ച് നാടൻ വിഭവങ്ങളാണെങ്കിൽ പോലും എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റോസുവിന് ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം റീനിന് എന്തെങ്കിലും അവൾക്ക് കിട്ടിയ സംഭവങ്ങളൊന്നും റീനിന് കിട്ടിയിട്ടില്ലല്ലോ എന്ന് അറിയുന്നതിലാണ്. ചിക്കൻ്റെ ലെഗ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് റോസുവിന്. അപ്പോൾ അത് റീനിന് കിട്ടാത്തതുകൊണ്ടുള്ള ആ ഒരു സന്തോഷം കൂടി അവളെ ഫേസിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം മലബാറിൻ്റെ ചിക്കൻ കറിയും ബീഫ് വരട്ടുമാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ ഞാൻ റമദാനിന് ഇഫ്താറിന് സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്നാക്സും ഡ്രിങ്ക്സൊക്കെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടോ റെസിപ്പി വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.